بسم الله الرحمن الرحيم بسم الله الرحمن الرحيم الحمد لله رب العالمين الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد ഏറ്റവും സ്നേഹധന്യരായ പ്രിയമുള്ള സഹോദരങ്ങളെ സഹോദരിമാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രപഞ്ചമാകെ പിടിച്ചുലച്ചുകൊണ്ടിരിക്കുന്ന കൊറോണ എന്ന മഹാമാരിയിൽ നിന്നും ഈ ലോകത്തിനാകെ മുക്തി നൽകി അനുഗ്രഹിക്കട്ടെ എന്നാദ്യമായി ദുആ ചെയ്യുകയാണ്. ഒരു ദുൽഹിജ്ജ മാസം നമ്മിലേക്ക് സമാഗതമായിരിക്കുകയാണ്. എല്ലാവരും ഹജ്ജിനു വേണ്ടി ഒരുങ്ങുന്ന ഒരു അസുലഭ മുഹൂർത്തമാണ് ഈ ദുൽഹിജ്ജ മാസം. ഖേദകരമെന്ന് പറയട്ടെ, അള്ളാഹുവിൻ്റെ വിധിയും തീരുമാനവും പ്രകാരം ഈ വർഷം ഹജ്ജിന് പോകാൻ കഴിയാതെ ഒരുപാട് പേര് കണ്ണുനീരൊലിച്ച് ദുആ ചെയ്യുന്നുണ്ട്. വർഷങ്ങളായി കാത്തിരുന്ന് ഉള്ളതെല്ലാം വിറ്റുപറക്കി ഹജ്ജിന് വേണ്ടി കൊതിച്ചിരുന്നപ്പോഴാണ് അള്ളാഹുവിൻ്റെ പരീക്ഷണം. നിങ്ങളാരും വിഷമിക്കണ്ട, ഹജ്ജിൻ്റെ പ്രതിഫലം നൽകി അള്ളാഹു നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് ദുആ ചെയ്യുകയാണ്. ഈ ദുൽഹിജ്ജ മാസത്തിൻ്റെ സവിശേഷതയും മഹത്വവുമെല്ലാം നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഈ ദുൽഹിജ്ജ 10 ദിവസവും അള്ളാഹുവിന് വേണ്ടി സർവ്വ അമലുകളിലും മുഴുകി ദിക്റിലും സ്വലാത്തിലും എല്ലാ നന്മകളിലും മുഴുകിക്കൊണ്ടാവണം നമ്മുടെ ജീവിതമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. സഹോദരങ്ങളെ, വീണ്ടും ഒരു ബലിപെരുന്നാൾ നമ്മിലേക്ക് സമാഗതമാകാൻ പോവുകയാണ്. വീണ്ടും ഒരു ഹജ്ജിൻ്റെ നാൾ നമ്മിലേക്ക് കടന്നു വരികയാണ്. ഹാജിമാര് ഹജ്ജിൻ്റെ തൽബിയത്തുൽ മുഴക്കേണ്ട സമയം ഈ ഒരു മഹാമാരിയിൽപ്പെട്ട് നാട്ടിൽ കഴിയുമ്പോൾ വളരെയേറെ ശ്രദ്ധ ചെലുത്തേണ്ട ചില കാര്യങ്ങൾ നിങ്ങളെ ഓർമ്മപ്പെടുത്താൻ വേണ്ടിയാണ് ഇൻഷാ അള്ളാഹ് ഇങ്ങനൊരു വീഡിയോയിലൂടെ മുന്നോട്ട് വന്നത്. പ്രിയമുള്ള സഹോദരങ്ങളെ, കഴിഞ്ഞ വർഷങ്ങൾ ഈ സമയത്ത് നമ്മുടെ ഹാജിമാരെല്ലാം ഹറമിലുണ്ട്. അവരെല്ലാം തൽബിയത്തും ചൊല്ലി തവാഫും ഉംറയും ദുആയിലുമായി കഴിയുന്ന സമയങ്ങളാണ്. നാട്ടിൽ നമ്മൾ യാത്ര അയക്കാൻ വേണ്ടിയിട്ട് വളരെയേറെ വെമ്പൽ കൊണ്ടെല്ലാവരെയും യാത്രയാക്കുന്ന സന്ദർഭങ്ങളുമാണ്. പ്രിയമുള്ളവരെ, അള്ളാഹുവിൻ്റെ തീരുമാനത്തിൽ തീർച്ചയായിട്ടും ക്ഷമ അവലംബിച്ചുകൊണ്ടാവണം നമ്മുടെ മുന്നോട്ടുള്ള ഗമനം. എല്ലാം അള്ളാഹുവിൻ്റെ പരീക്ഷണമാണ്. ഹജ്ജിന് പോകണമെന്നോ ഹജ്ജിന് പോകണ്ട എന്നോ എല്ലാം തീരുമാനിക്കുന്നത് അള്ളാഹുവാണ്. അപ്പം അതുകൊണ്ട് ക്ഷമയാവണം നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ ഉണ്ടാവേണ്ടത്. ഈ ഒരു അവസരത്തിൽ നിങ്ങളോട് പറയാനുള്ളത്, നാട്ടിൽ നാം താമസിക്കുമ്പോൾ ഈ കൊറോണ എന്ന മഹാമാരിയുടെ കാലഘട്ടത്ത് നാം ശ്രദ്ധിക്കാതെ പോകുന്ന, അല്ലെങ്കിൽ നമ്മൾ വിലമതിക്കാതെ പോകുന്ന ഒരു കർമ്മമാണ് ഉളുഹിയ്യത്ത്. ഉളുഹിയ്യത്ത് എന്ന് പറയുമ്പോൾ സാധാരണ ആളുകൾ എല്ലാ നാടുകളിലും ഉണ്ടാകും ചില പ്രത്യേകതകൾ. ഭൂരിഭാഗം നാടുകളിലും എല്ലാ വർഷവും ഉളുഹിയ്യത്ത് അറുക്കുന്നവർ തന്നെ എല്ലാ വർഷവും അറുക്കുന്ന ഒരു സംരംഭമാണ്. അവരെല്ലാ വർഷവും ഇങ്ങനെ തുടർന്ന് ഷെയറായിട്ട് അറുത്തുകൊണ്ടിരിക്കും. അതിന് പങ്കെടുക്കാത്തവർ ആ പങ്കെടുക്കാതെ മാറി നിൽക്കും, എന്തോ അതിൻ്റെ ഗൗരവം മനസ്സിലാക്കാത്തതുപോലെ. എന്താ ഉളുഹിയ്യത്ത് എന്ന കർമ്മം? അള്ളാഹുവിൻ്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, അള്ളാഹിൻ്റെ റസൂൽ ദുആ ചെയ്തിട്ടുണ്ട്, അല്ലാഹുമ്മ അഹീനി മിസ്കീന വഅമിത്നി മിസ്കീന. അള്ളാഹുവേ, മിസ്കീനായിട്ട് നീ എന്നെ ജീവിപ്പിക്കണേ അല്ലാ, മിസ്കീനായിട്ട് നീ എന്നെ മരിപ്പിക്കണേ അല്ലാ എന്ന് അള്ളാഹിൻ്റെ റസൂൽ ദുആ ചെയ്ത മിസ്കീനായ നമ്മുടെ ഹബീബ് പെരുന്നാൾ ദിവസത്തിൻ്റെ, വലിയ പെരുന്നാൾ ദിവസത്തിൻ്റെ അന്ന് 100 ഒട്ടകം വരെ തൻ്റെ കൈകൊണ്ട് ഉളുഹിയ്യത്തിന് വേണ്ടി കർമ്മം കഴിച്ചുവെന്ന് നിരവധി ഗ്രന്ഥങ്ങൾ നമുക്ക് കാണാം. വളരെ ഗൗരവത്തോടെ നമ്മൾ കാണണം. കാരണങ്ങൾ കണ്ടെത്തി ഉളുഹിയ്യത്തിൽ നിന്ന് മാറി നിൽക്കുന്നവരാണ് നാമെങ്കിൽ പാടില്ല സഹോദരങ്ങളെ. വർഷത്തിൽ ഒരു ദിവസം അള്ളാഹു നമ്മളോട് ആവശ്യപ്പെടുകയാണ്, എനിക്കു വേണ്ടി നിങ്ങൾ ഉളുഹിയ്യത്ത് അറുക്ക്, എനിക്കു വേണ്ടി നിങ്ങൾ ബലികർമ്മം നടത്ത്. എന്താണ് ഇതിൻ്റെ അടിസ്ഥാനമെന്ന് നാം മനസ്സിലാക്കിയിരിക്കണം. 4000 വർഷങ്ങൾക്കപ്പുറം അള്ളാഹുവിൻ്റെ പ്രവാചകനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ചരിത്രം നാം ഒന്ന് ഓർക്കണം. പരീക്ഷണം എന്ന് പറയുന്നത് അന്ന് അള്ളാഹു ഇബ്രാഹിം നബിക്ക് കൊടുത്തതിനാണ് പരീക്ഷണം എന്ന് ഖുർആൻ. നമ്മൾ പറയും നമുക്ക് ഭയങ്കര പരീക്ഷണമാണ് വന്നിരിക്കുന്നത്, നമുക്ക് ഭയങ്കര ഇടങ്ങേറാണ് വന്നിരിക്കുന്നത്. പരീക്ഷണം അള്ളാഹു യഥാർത്ഥത്തിൽ പരീക്ഷണത്തിൻ്റെ ഏറ്റവും വലിയ മൂർത്തി ഭാവത്തിൽ നിർത്തിയ ഒരു പ്രവാചകനാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം. മക്കളുണ്ടായില്ല. മക്കളുണ്ടാവാതിരുന്നപ്പോൾ
ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ദുആ ചെയ്തു, റബ്ബി ഹബ്ലി മിനസ് സ്വാലിഹീൻ, റബ്ബി ഹബ്ലി മിനസ് സ്വാലിഹീൻ. അല്ലാഹുവേ, സ്വാലിഹീങ്ങളായ മക്കളെ നീ നൽകണേ റബ്ബേ, രക്ഷിതാവേ സജ്ജനങ്ങളായ മക്കളെ നൽകണേ അല്ലാഹു മറുപടി കൊടുത്തു. ഫബശ്ശർനാഹു ബിഗുലാമിൻ ഹലീം, ഫബശ്ശർനാഹു ബിഗുലാമിൻ ഹലീം. ഇബ്രാഹിം നബിക്ക് അല്ലാഹു സന്തോഷ വാർത്ത അറിയിച്ചു കൊടുത്തു. ബിഗുലാമിൻ ഹലീം, സഹിഷ്ണുതയുള്ള ഒരു പൊന്നുമോനെ കൊണ്ട്. ഇസ്മായിൽ, കാലങ്ങളായ മക്കളില്ലാതിരുന്ന ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം ദീർഘനാൾ ദുആ ചെയ്തതിന്റെ ഫലമായിട്ട് അല്ലാഹു കൊടുത്ത പൊന്നുമോനാണ് ഇസ്മായിൽ. പരീക്ഷണങ്ങളുടെ മേൽ പരീക്ഷണം. മകനെ കൊടുത്തിട്ടോ അല്ലാഹു പരീക്ഷണം നിർത്തിയോ? പരിശുദ്ധമായ ഖുർആനിൽ സൂറത്തു സ്വാഫാത്തിൽ അല്ലാഹു വിശദീകരിച്ചു പറയുന്നുണ്ട്, ഫലമ്മാ ബലഗ മഅഹു സഅയ ഖാല യാ ബുനയ്യ ഇന്നി അറാ ഫിൽ മനാമി അന്നി അദ്ബഹുക ഫൻദുർ മാദാ തറാ. മകൻ വളർന്നു വന്നു. വളർന്ന് ഒരു പക്വതയും പാകതയും എത്തിയപ്പോ അല്ലാഹു ഇബ്രാഹിം നബിയെ സ്വപ്നം കാണിക്കുകയാണ്, മകനെ അറുത്തു കൊടുക്കാൻ. അല്ലാഹു ഇബ്രാഹിം നബിയോട് ആവശ്യപ്പെടുകയാണ്, ഞാൻ നിനക്ക് തന്ന മകനെ നീ എനിക്ക് ബലി നൽകണം എന്ന് അല്ലാഹു സ്വപ്നത്തിലൂടെ ഇബ്രാഹിം നബിയോട് ആവശ്യപ്പെട്ടപ്പോൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ മകനോട് ആവശ്യപ്പെടുകയാണ്, ഇന്നി അറാ ഫിൽ മനാമി ഖാല യാ ബുനയ്യ, പൊന്നുമോനെ ഇന്നി അറാ ഫിൽ മനാമി അന്നി അദ്ബഹുക, ഞാൻ സ്വപ്നത്തിൽ കണ്ടു നിന്നെ അറുത്തു കൊടുക്കാൻ അല്ലാഹു എനിക്ക് സ്വപ്നം കാണിച്ചിരിക്കുകയാണ്. ചോദിച്ചു മോനോട് മുശാവറ ചെയ്യുകയാണ്. അല്ലാഹുവിന്റെ തീരുമാനമാണ് അറുക്കാൻ, പെട്ടെന്ന് കൊണ്ടുപോയി അറുക്കുകയല്ല. എന്തൊരു ചരിത്രമാണ്! ഒരു വാപ്പയോട് അല്ലാഹു കൽപ്പിക്കുകയാണ് ബലി കൊടുക്കാൻ. ആരെ? സ്വന്തം മോനെ. ആർക്ക്? അല്ലാഹുവിന് വേണ്ടി തന്നെ. ആ പിതാവാണെങ്കിലോ കാലങ്ങളായി കാത്തിരുന്ന് കിട്ടിയ പൊന്നുമോനാണ്, ഇത്ര സൗന്ദര്യമുള്ള പൊന്നുമോനാണ്. ഒരു വല്ലാത്ത വേദനയോടെ ആ സ്വപ്നങ്ങൾ അല്ലാഹുവിൽ നിന്ന് മനസ്സിലാക്കി ഇബ്രാഹിമിന് സഹിക്കാൻ കഴിഞ്ഞില്ല അലൈഹിസ്സലാം. ചോദിച്ചു, മോനെ ഫൻദുർ മാദാ തറാ, എന്താണ് നിന്റെ അഭിപ്രായം? അല്ലാഹു ഇങ്ങനെയാണല്ലോ കൽപ്പിച്ചിരിക്കുന്നത്, എന്താണ് നിന്റെ തീരുമാനം? മകനാണെങ്കിലോ അല്ലാഹു പറഞ്ഞതുപോലെ ഫബശ്ശർനാഹു ബിഗുലാമിൻ ഹലീം, സഹിഷ്ണുതയുള്ള ക്ഷമയുള്ള നല്ലൊരു പൊന്നുമോനെ ഞാൻ ഇബ്രാഹിമിന് കൊടുത്തു. ആ പൊന്നുമോൻ വാപ്പാക്ക് കൊടുത്ത മറുപടി ഖുർആൻ, ഇഫ്അൽ മാ തുഉമർ യാ അബത്തി ഇഫ്അൽ മാ തുഉമർ. അപ്പാ, അല്ലാഹു അങ്ങയോട് കൽപ്പിച്ചതുപോലെ ചെയ്യുക. അപ്പാ, അങ്ങയോട് അല്ലാഹു എന്നെ അറുക്കാനാണോ കൽപ്പിച്ചിരിക്കുന്നത് പോലെ ചെയ്യുക. ഫഫ്അൽ മാ തുഉമർ, ഇഫ്അൽ മാ തുഉമർ, കൽപ്പിച്ചതുപോലെ ചെയ്യുക. എന്തൊരു മോൻ! ഉലഹിയത്തിൽ നിന്ന് മാറി നിൽക്കുന്നവരിത് കേൾക്കണം. അള്ളാഹുവിന്റെ കൽപ്പന ശിരസാവഹിക്കാൻ പോകുന്ന ഇബ്രാഹിം നബി ഓർക്കണം നമ്മൾ. അള്ളാഹുവിന്റെ പ്രവാചകനായ ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാം വാപ്പയായ ഇബ്രാഹിമിനോട് പറഞ്ഞു കൊടുക്കുകയാണ്, സതജിദുനി ഇൻഷാ അല്ലാഹു മിനസ് സ്വാബിരീൻ. വാപ്പ അറുത്തു കൊടുക്കാനാണ് അള്ളാഹു കൽപ്പിച്ചതെങ്കിൽ ഇൻഷാ അള്ളാന്റെ കൽപ്പന പോലെ നിങ്ങൾ ചെയ്യുക, ഞാൻ ക്ഷമയവലംബിക്കുന്നവനായേക്കാം വാപ്പാ. സതജിദുനി ഇൻഷാ അല്ലാഹു മിനസ് സ്വാബിരീൻ, ഞാൻ ക്ഷമയുള്ള മോനാവാം വാപ്പാ. എന്തല്ലേ സഹോദരങ്ങളെ, ഇതാണ് ഉളഹിയത്തിന്റെ ഏറ്റവും വലിയ പരീക്ഷണത്തിന്റെ, ഏറ്റവും വലിയ പ്രതിസന്ധിയുടെ, ഏറ്റവും വലിയ പ്രതികൂല സാഹചര്യങ്ങളുടെ മുൾമുനയിൽ നിർത്തി പരീക്ഷിച്ച പ്രവാചകനാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം. പരിശുദ്ധമായ ഖുർആൻ പറയുന്നു, ഫലമ്മാ അസ്ലമാ വതല്ലഹു ലിൽ ജബീൻ. ഇബ്രാഹിം നബി കൊണ്ടുപോയി മിനയുടെ അടുത്തുള്ള ചെറിയ പർവ്വതത്തിന്റെ മുകളിൽ ഇന്നും നമുക്ക് കാണാം ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ മകനായ ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ അറുത്ത ഇടം ഇന്നും കാണാം. മിനയുടെ തൊട്ടടുത്തുള്ള ആ പർവ്വതത്തിന്റെ മുകളിൽ ഒരു ചെറിയ കല്ല് പോലെ ഉയർന്നിരിക്കുന്ന ഭാഗം. അല്ലാഹുവേ അത് കാണാൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ റബ്ബേ.
ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പൊന്നുമോനെ കൊണ്ടുപോയി വതല്ലഹു ലിൽ ജബീൻ, തന്റെ നെറ്റി പിടിച്ച് അമർത്തി താഴെ വെച്ചു. എന്നിട്ട് അറുക്കാൻ വേണ്ടിയിട്ട് തുനിഞ്ഞപ്പോ, അള്ളാഹുവിന് വേണ്ടി സമർപ്പിച്ചപ്പോ, തന്റെ മകനെ അള്ളാഹുവിന് വേണ്ടി സമർപ്പിച്ചപ്പോ അള്ളാഹു തൃപ്തിപ്പെട്ടു ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ. അതൊരു ആക്ഷൻ അല്ല, അതൊരു പ്രഹസനമല്ല, അതാരെയും കാണിക്കാൻ വേണ്ടിയല്ല, ആരും കാണാതെ റബ്ബിന് വേണ്ടി സ്വന്തം മോനെ അള്ളാഹു പറഞ്ഞത് ആർക്കെങ്കിലും കൊണ്ടുപോയി അറുക്കാൻ കൊടുക്കണം ഇബ്രാഹിം എന്നല്ല, സ്വന്തമായി നീ തന്നെ അറക്കണമെന്നാണ് ഒരു വാപ്പയോട്. അള്ളാഹുവിലേക്കുള്ള ഒരു സമർപ്പണത്തിന്റെ ഏറ്റവും വലിയ പരീക്ഷണം ഇവിടെയാണ് പ്രിയമുള്ളവരെ. ഖുർആൻ പറയുന്നു, അവർ രണ്ടുപേരും മുസ്ലിമായി, അവർ രണ്ടുപേരും അനുസരണയുള്ളവരായി, അവർ അള്ളാഹുവിനെ അനുസരിച്ചു. അള്ളാഹു വർഷത്തിൽ ഒരിക്കൽ നമ്മളോട് ഉൽഹിയത്തിന് വേണ്ടി ആവശ്യപ്പെടുന്നതിന്റെ മാനദണ്ഡം ഇബ്രാഹിം നബിയും മകൻ ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാം അവർ അള്ളാഹുവിന്റെ കൽപ്പന ഇരുവരും ശിരസാവഹിച്ചു, ഇരുവരും സമ്മതിച്ചു. മനസ്സിൽ ഭയത്തോടുകൂടിയല്ല, മനസ്സിൽ വെപ്രാളത്തോടുകൂടിയല്ല, മനസ്സിൽ പരിപൂർണ തൃപ്തിയോടെ, തെല്ലും ചാഞ്ചാട്ടമില്ലാതെ അചഞ്ചലമായ വിശ്വാസം. ഇതാണ് സമർപ്പണം. ഇതാണ് സഹോദരങ്ങളെ ഏറ്റവും വലിയ സമർപ്പണത്തിന്റെ മൂർത്തിഭാവം. അള്ളാഹു വിളിക്കുകയാണ്, വനാദൈനാഹു അയ്യാ ഇബ്രാഹിം. ഖുർആൻ എത്ര മനോഹരമായിട്ട് പറയുന്നു, വനാദൈനാഹു, നാം വിളിച്ചു. അള്ളാഹ് പറയാണ്, ഞാൻ വിളിച്ചു. യാ ഇബ്രാഹിം, ഇബ്രാഹിമെ അറുക്കരുത്, ഇബ്രാഹിമെ അറുക്കരുത്. ഖദ് സദ്ദഖത റുയാ ഇന്നാ കദാലിക നജ്സിൽ മുഹ്സിനീൻ. അല്ലാഹുവേ, ഖദ് സദ്ദഖത റുയാ, ഞാൻ നിനക്ക് കാണിച്ച സ്വപ്നം നീ വാസ്തവമാക്കിയിരിക്കുന്നു, നീ അത് സത്യമാക്കിയിരിക്കുന്നു, നീ അത് ചെയ്തിരിക്കുന്നു ഇബ്രാഹിം, എനിക്ക് തൃപ്തിയായി ഇബ്രാഹിം. ഇന്നാ കദാലിക നജ്സിൽ മുഹ്സിനീൻ, ഇങ്ങനെയാണ് നാം നല്ലവർക്ക് പ്രതിഫലം നൽകുക, ഇങ്ങനെയാണ് നാം പ്രതിഫലം നൽകുക. ഇന്ന ഹാദാ ലഹുവൽ ബലാഉൽ മുബീൻ. ഇബ്രാഹിം നബിയെ, ഇതാണ് യഥാർത്ഥ ഒറിജിനൽ പരീക്ഷണം. ഇതല്ലേ പരീക്ഷണം? സ്വന്തം മോനെ അറുക്കാൻ പറഞ്ഞ വാപ്പാട് പറഞ്ഞ അള്ളാഹുവിന്റെ പരീക്ഷണം. ഇതിന്റെ എത്രയോ താഴെയാണ് ഇന്ന് നാം അനുഭവിക്കുന്ന വേദനകൾ. ഇതിന്റെ എത്രയോ താഴെയാണ് ഇന്ന് പ്രപഞ്ചമാകെ പൊതിഞ്ഞിരിക്കുന്ന കൊറോണ എന്ന വൈറസ്. സഹോദരങ്ങളെ, എത്രയോ ആളുകൾ മരിച്ചുകൊണ്ടിരിക്കുന്നു രോഗം പിടിവിടുമ്പോഴും. രോഗങ്ങളൊന്നുമില്ലാതെ സർവ്വ ആരോഗ്യവാന്മാരായിട്ട് കഴിയുന്ന പ്രിയമുള്ളവരെ, ഉൽഹിയത്തിൽ നിന്ന് നിങ്ങൾ പിന്മാറരുത്. ഒരു വർഷത്തിൽ അള്ളാഹു വർഷത്തിൽ ഒരു പ്രാവശ്യം നിങ്ങളോട് ആവശ്യപ്പെടുകയാണ്, എനിക്ക് നിങ്ങൾ ഉൽഹിയത്തറുക്കുക, എനിക്ക് നിങ്ങൾ ഉൽഹിയത്തറുക്കുക. പിന്മാറരുത്. മഹാന്മാരായ സുഫിയാൻ സൗരി റഹ്മഹുല്ലാനെ പോലെയുള്ള മഹാന്മാർ, ഇത് പഠിച്ച മഹാന്മാർ കടം വാങ്ങിയിട്ട് പോലും ഉൽഹിയത്തിന് തയ്യാറാകുമായിരുന്നു അള്ളാഹുവിന് വേണ്ടി. അള്ളാഹുവിന് വേണ്ടി പരിശുദ്ധമായ ഖുർആൻ പറയുന്നു, വഫദൈനാഹു ബിദബ്ഹിൻ അളീം. സ്വർഗത്തിൽ നിന്നൊരു ആടിനെ അള്ളാഹു ഇറക്കിക്കൊടുത്ത് ആറവ റബ്ബ് നടത്തുകയാണ്. ഇസ്മായിൽ നബിയെ മാറ്റി നല്ലൊരാടിനെ സ്വർഗത്തിൽ നിന്ന് അള്ളാഹു ഇറക്കിക്കൊടുത്തു. ആ ഉൽഹിയത്താണ് ഹൃദയത്തിൽ ചേർത്തു വെച്ച് നമ്മൾ നടത്തേണ്ടത്. സഹോദരങ്ങളെ, ഉൽഹിയത്തിനു വേണ്ടി തയ്യാറായവരെ, നിങ്ങൾ അള്ളാഹു ബഹുമാനിച്ച ആളുകളാണ്. ഹജ്ജിന് പോകാൻ കഴിയുന്നില്ല, ഉംറ ചെയ്യാൻ കഴിയുന്നില്ല, ഹറം കാണാൻ കഴിയുന്നില്ല, മദീനയുടെ മണ്ണ് കാണാൻ കഴിയുന്നില്ല. സങ്കടം തന്നെയാണ്. പക്ഷേ ആ വിഷമങ്ങൾ ഉള്ളിലൊതുക്കി ക്ഷമയോടെ നമ്മൾ ഉൽഹിയത്തറുക്കുക, ഭാവങ്ങളിലേക്ക് എത്തിക്കുക. അള്ളാഹു അതിന് തൗഫീക്ക് നൽകുമാറാവട്ടെ. പരിശുദ്ധമായ ഖുർആൻ, ഇന്നാ അഅ്തൈനാകൽ കൗസർ ഫസ്വല്ലി ലിറബ്ബിക വൻഹർ. ഫസ്വല്ലി ലിറബ്ബിക, അങ്ങയുടെ റബ്ബിന് വേണ്ടി നിസ്കരിക്ക് നബിയേ. എന്നിട്ടോ വൻഹർ, അങ്ങ് അറവ നടത്തുകയും ചെയ്യുക യാ റസൂലല്ലാഹ്. അല്ലാഹുവിന്റെ റസൂലിനോട് പറഞ്ഞു, ഇബ്രാഹിം നബി ചെയ്തതുപോലെ ചെയ്യണം നബിയെ. മുഫസ്സിരീങ്ങൾ രേഖപ്പെടുത്തുന്നുണ്ട്, ഐ ഫജ്അൽ ഇബാദതക വസ്വലാതക ലിറബ്ബിക വഹ്ദഹു. നിങ്ങളുടെ ഇബാദത്ത് നബി, അങ്ങയുടെ ഇബാദത്ത്, അങ്ങയുടെ നിസ്കാരം റബ്ബിന് വേണ്ടിയാക്കിക്കൊള്ളുക.
ആ നിസ്കാരവും ആ ഇബാദത്തും പറഞ്ഞ പടച്ച തമ്പുരാൻ അള്ളാഹു പറഞ്ഞു വൻഹർ ദബീഹത്തക അലാ ഇസ്മിഹി, അള്ളാഹുവിന്റെ നാമത്തിൽ നബിയെ അങ്ങ് ബലി കർമ്മം നടത്തിക്കൊള്ളുക, ഉളുഹിയ്യത്ത് നടത്തിക്കൊള്ളുക. പരിശുദ്ധമായ ഖുർആൻ അള്ളാഹുവിന്റെ റസൂലിനോട് പറഞ്ഞപ്പോ റസൂലുള്ള ആവേശത്തോടെ ഉളുഹിയ്യത്ത് അറുത്തു. 70 ഒട്ടകത്തെ അറുത്തുവെന്നും 70 ആടിനെ അറുത്തുവെന്നും പരിശുദ്ധമായ ഗ്രന്ഥങ്ങളിൽ കാണാം. അള്ളാഹുവിന്റെ റസൂല് ഫാത്തിമ ബീവിയോട് പറഞ്ഞു, ഫാത്തിമ, പൊന്നുമോളെ ഫാത്തിമ, ഉളുഹിയ്യത്ത് കർമ്മം നടക്കുന്ന സ്ഥലത്ത് നീ ഹാദിറാകണേ പൊന്നുമോളെ. അതിന്റെ രക്തം തറയിൽ വീഴുന്ന സമയം നിന്റെ പാപങ്ങൾ പൊറുക്കും ഫാത്തിമ. റളിയല്ലാഹു അൻഹാ. ശ്രേഷ്ഠമായ ബലികർമ്മം. നമ്മളാരും മൂല്യങ്ങൾ കൊടുക്കാതെ ചില ആളുകൾ കാത്തിരിക്കും ഉളുഹിയ്യത്തിന്റെ ഇറച്ചി കിട്ടാൻ. എല്ലാ വർഷവും കിട്ടുന്നതല്ലേ, എപ്പോഴും കിട്ടും. അറുക്കുന്നവരെ അഹംഭാവത്തിനു വേണ്ടി അറുക്കരുത്. ഞാനാണ് വലിയ പോത്തിനെ അറുത്തത്, ഞാനാണ് വലിയ ആ മഹലിൽ ഞാനാണ് വലിയ പിന്നെ ഉരുവിനെ കൊണ്ടുവന്നതെന്ന് പറഞ്ഞ അഹംഭാവം നടിക്കാനുള്ളതല്ല. ലയനാലല്ലാഹു ലുഹൂമുഹാ, അള്ളാഹുവിന്റെ അടുക്കലെത്തുകയില്ല. ആ മൃഗത്തിന്റെ മാംസമോ രക്തമോ ഒന്നും അള്ളാഹുവിന്റെ അടുത്തെത്തുകയില്ല. എത്ര വലിയ മൃഗമാണെങ്കിലും ചെറിയ മൃഗമാണെങ്കിലും അള്ളാഹുവിന്റെ അടുക്കലെത്തുന്നത് നിങ്ങളുടെ ഹൃദയത്തിലുള്ള തഖ്വയാണ്. അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ, അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. അതുകൊണ്ട് ഇബ്രാഹിം നബിയെ ഓർക്കുക, ഇസ്മായിൽ നബിയെ ഓർക്കുക. ഫത്തഖദല്ലാഹു ഇബ്രാഹിമ ഖലീലാ, ഇബ്രാഹിം നബിയെ അള്ളാഹു സ്വന്തം കൂട്ടുകാരനാക്കി. പരീക്ഷണങ്ങളെല്ലാം അള്ളാഹുവിന്റെ പ്രവാചകൻ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇതിലെല്ലാം വിജയിച്ചപ്പോ കൂട്ടുകാരനാക്കി അള്ളാഹു. നമ്മളും അള്ളാഹുവിന്റെ കൂട്ടുകാരനാവുക. എങ്ങനെ? സമർപ്പണ മനോഭാവത്തോടുകൂടി അള്ളാഹുവിലേക്ക് അടുക്കുക, റബ്ബിലേക്ക് സമർപ്പിക്കുക. നമ്മുടെ ഉളുഹിയ്യത്തിനെ, നമ്മുടെ നിസ്കാരത്തെ, നമ്മുടെ നോമ്പിനെ, നമ്മുടെ ഹജ്ജിനെ, നമ്മുടെ നന്മകളെ ഒന്നും എനിക്ക് വേണ്ടിയല്ല, എല്ലാം എൻ്റെ റബ്ബിന് വേണ്ടി. നിസ്കരിക്കുന്നത് എൻ്റെ റബ്ബിന് വേണ്ടി. വജ്ഹത്തു വജ്ഹിയ ലില്ലദീ ഫത്തറസ് സമാവാതി വൽ അർള് എന്ന് പറഞ്ഞു തുടങ്ങുന്ന നിസ്കാരം മുഖം എൻ്റെ റബ്ബിലേക്ക് തിരിക്കുന്നു. വാനമിനൽ മുസ്ലിമീൻ, ഞാൻ അനുസരണയുള്ളവനാണ് റബ്ബേ എന്ന് പറയുക. അല്ലാഹുവിനെ അനുസരിക്കുക. എൻ്റെ ജീവിതം, എൻ്റെ മരണമെല്ലാം അള്ളാഹുവിന്. എൻ്റെ കച്ചവടം, എൻ്റെ ബിസിനസ്, എൻ്റെ സങ്കല്പങ്ങൾ, എൻ്റെ ചിന്തകൾ, എൻ്റെ ഓർമ്മകൾ, എൻ്റെ വസ്ത്രങ്ങൾ, എൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ നർമ്മരസങ്ങളും സുഖ ആഡംബരങ്ങളും എല്ലാം റബ്ബിന്, എല്ലാം അള്ളാഹുവിലേക്ക് സമർപ്പിക്കുക, എല്ലാം അള്ളാഹുവിലേക്ക് സമർപ്പിക്കുക. അപ്പോഴാണ് അള്ളാഹു നമ്മളെ ഇഷ്ടപ്പെടുക. അള്ളാഹുവിന് വേണ്ടി എല്ലാം ചെയ്യാൻ തയ്യാറാവുക. ഈ ദുൽഹിജ്ജയുടെ ഒരു സെക്കൻഡ് പോലും പാഴാക്കാതെ മുന്നേറുക. നന്മകൾ ചെല്ലുക. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ എന്നുള്ള തക്ബീറും തഹ്മീദും അടങ്ങുന്ന ദിക്റുകൾ ധാരാളം ചൊല്ലുക. ധാരാളം സുന്നത്ത് നിസ്കരിക്കുക. ധാരാളം ഖുർആൻ ഓതുക. നന്മയിലൂടെ ഇങ്ങനെ മുന്നേറുക. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇൻഷാ അള്ളാഹ് വരുന്ന ബലിപെരുന്നാൾ ദിവസത്തിന്റെ തലേ ദിവസം ആ രാവിൽ നമ്മുടെ ദുആക്ക് ഇജാബത്തുണ്ട്. അന്ന് പൊട്ടിക്കരഞ്ഞ് ദുആ ചെയ്യുമ്പോൾ നമ്മുടെ ദുആക്ക് ഇജാബത്ത് കിട്ടാൻ ഈ ദിവസങ്ങളെ ധന്യമാക്കണം എന്ന് മഹാന്മാരെ പഠിപ്പിക്കുകയാണ്. ഇൻഷാ അള്ളാഹ്. അള്ളാഹു നമുക്കെല്ലാ നന്മകളും ചൊരിഞ്ഞ് അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു നമ്മുടെ ജീവിതത്തിൽ എല്ലാ സകല നന്മകളും ഖൈറുകളും നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഇൻഷാ അള്ളാഹ് ദുആകളിലെല്ലാം നിങ്ങൾ എന്നെയും എൻ്റെ കുടുംബത്തെയും ഇതിനുവേണ്ടി പ്രവർത്തിച്ച എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ എന്ന് മാത്രം നിങ്ങളോട് സന്ദേശമായി നൽകിക്കൊണ്ട് ഇൻഷാ അള്ളാഹ് വാക്കുകളെ ഉപസംഹരിക്കുന്നു. അള്ളാഹു പ്രപഞ്ചമാകെ, ഈ ലോകമാകെ, നമ്മുടെ ഇന്ത്യയിലെ കേരളത്തിൻ്റെ തിരുവനന്തപുരം ജില്ല മുതൽ കാസർഗോഡ് ജില്ല വരെ ധാരാളം ആളുകൾ ഇതിൻ്റെ പിടിയിലമർന്നിരിക്കുകയാണ്. ഈ സമയം ദുആക്ക് ഇജാബത്തുള്ള സമയമാണ് സഹോദരങ്ങളെ. ഇൻഷാ അള്ളാഹ് സന്തോഷവും ബലിപെരുന്നാളിൻ്റെ സന്തോഷവും ബലിപെരുന്നാളിൻ്റെ ആനന്ദവും എല്ലാം നമ്മുടെ മുന്നിൽ വേദന അനുഭവിക്കുന്നവർക്ക് വേണ്ടി സമർപ്പിച്ച് അവർക്ക് വേണ്ടി ദുആ ചെയ്ത് ഇൻഷാ അള്ളാഹ് നമ്മൾ മുന്നോട്ട് പോകണം. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. എല്ലാ വിഷമങ്ങളും വേദനകളും മാറ്റി സമാധാനമുള്ള അന്തരീക്ഷം അള്ളാഹു നമുക്ക് നൽകട്ടെ എന്ന് മാത്രം വസിയത്ത് നൽകട്ടെ. ഇൻഷാ അള്ളാഹ് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. വാഖിറു ദുആഇ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.